അതിഥി ദേവോ ഭവ. വേലിയേറ്റമാണോ വേലിച്ചാട്ടമാണോ വിലക്കയറ്റമാണോ നമ്മളെ ഈ നാട്ടിൽ ഇടക്കിടക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിളിന് പ്രഷർ കയറിയിട്ട് തലക്ക് ഭ്രാന്തായിട്ട് അതിൻ്റെ സർവർ വരെ അടിച്ചു പോകും. ഒരുമാതിരി പവർ ബാങ്കിന് തീ പിടിച്ച പോലെ. എന്നാൽ നാടനാണോ വിദേശിയാണോ അടിച്ചു കഴിഞ്ഞാൽ തലക്ക് ഏറ്റവും അധികം കിക്കുണ്ടാവലെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് തലേരെ ബോധമണ്ഡലം കെട്ടായി പോയ മണ്ട പോയ ഒരു മരവാഴനെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേര് അനിമൽ കുമാരൻ. ഈ അനിമൽ കുമാരൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ലോക പ്രശസ്ത ജന്തുശാസ്ത്രജ്ഞനോ മറ്റോ എന്ന്. അല്ല, ആളൊരു ജന്തുവാണ്, പക്ഷെ ശാസ്ത്രജ്ഞനൊന്നുമല്ല. ഇയാൾ ഞാൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഹീസ് മൈ ബോസ്. നോ, ഈ ചെറ്റ എൻ്റെ ഒരു മാമനാണ്. ഈ മാമന്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയാം, പാടത്ത് കൂടി പോകുന്ന കൊക്കിന അമ്പെയ്ത് വീട്ടല്. അല്ല, അമ്പെയ്താലും മാമൻ വീഴും, കൊക്കിന്റെ പാട്ടിന് വാറിയിട്ട് പോകും. എന്നിട്ട് സ്വന്തം വീട്ടിലെ പൂച്ചക്കുട്ടിന്റെ വാല് പിടിച്ചിട്ട് സീലിംഗ് ഫാൻ കറക്കുന്ന പോലെ കറക്കിട്ട് മണിക്കൂറിൽ 1500 കിലോമീറ്റർ സ്പീഡിൽ അയൽവാസിയുടെ പറമ്പിലെ കിണറിലേക്ക് എറിഞ്ഞിട്ട് അവരെ കുടിവെള്ളം മുട്ടിക്കല്. എന്നിട്ട് നാട്ടാണ് കയ്യിൽ നിന്നും മാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ അടി ചപ്പക്കുറ്റിക്ക് വാങ്ങിക്കല്. അടിയും വാങ്ങിയിട്ട് വായും പൊളിച്ച് കരയുന്ന മാമന്റെ വായു കാണണം ഒരുമാതിരി ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്ന പോലെ ഉണ്ട്. ഈ മാമൻ ഇടക്കിടക്ക് ഘന അടികൾ വാങ്ങുന്നോണ്ടായിരിക്കും നമ്മുടെ നാട്ടിലിപ്പോ ചിക്കൻ സ്റ്റാൾ തുടങ്ങുന്ന പോലെയാണ് ദന്ത ഡോക്ടർമാർ ദന്ത ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. ഇനി നിങ്ങളോട് എല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു സത്യം പറയാം, എന്റെ മാമൻ വെള്ളടിക്കലില്ല. നേരെ മറിച്ചിട്ട് സുനാമി തിരമാല കരേന വിഴുങ്ങുന്ന പോലെ മദ്യം മാമനെയാണ് വിഴുങ്ങല്. മാമൻ നമ്മളടുത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ല ഒരുമാതിരി സാനിറ്റൈസറിൽ വീണ കുറുക്കന്റെ സ്മെല്ലാണ്. എന്റെ അമ്മച്ചി അത് അനുഭവിച്ച് എല്ലാം അറിയണം. മാമൻ അടിച്ചു ഫീറ്റായിട്ട് കോൺ തെറ്റിട്ട് വള്ളി ട്രൗസർ ഇട്ടിട്ട് പഞ്ചായത്ത് റോഡിലെ കൂടിയിട്ട് പാട്ടും പാടിയിട്ടാണ് വീട്ടിലേക്ക് വരല്. കലങ്കല് യുഗമേ കണ്ണങ്ങട്ടമ്പലമേ തേങ്ങ മൂത്തുകാരിക്കാവും കലങ്കല് കാലം കലങ്കല് യുഗമേ കാഞ്ഞങ്ങട്ടമ്പലമേ തേങ്ങ മൂത്തുകാരിക്കാവും കലങ്കല് കാലം. ഇങ്ങനെ പാട്ടും പാടി വരുന്ന മാമന്റെ കയ്യിൽ ആകെ ഇല്ല പിടിവള്ളി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വള്ളി ട്രോസറിന്റെ വള്ളി മാത്രമാണ്. ആ വള്ളി ട്രോസറിന്റെ മൂടാതങ്ങൾ കീറിയിട്ട് ഒരുമാതിരി കൊങ്കൺ റെയിൽവേ എൻട്രൻസിന്റെ ടൈറ്റ് ഷോട്ട് എടുത്ത മാതിരി ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല ആണെന്തെങ്കിലും എൻ്റെ മാമൻ ആർക്കും ഒരു ഉപദ്രവകാരിയല്ല. ഇപ്പോ വിഷുവിന് തന്നെ നമ്മ പടക്കം പൊട്ടിക്കുമ്പോ മാമൻ ഉണ്ടാവും ആടെ ഇങ്ങനെ കിടന്നുറക്കുന്നു സ്വന്തം വീട്ടിൽ. എന്നിട്ട് രാത്രി ഒരു 1:30-2 മണി ഞാൻ വെണീച്ചിട്ട് സ്വന്തം വീട്ടുകാരെ പോലും ഉപദ്രവിക്കാതെ അയൽവാസിയായ നാണോട്ടന്റെ വീട്ടിന്റെ നടുവിറ്റത്ത് കൊണ്ടുപോയിട്ട് ഗർഭം കലക്കി പൊട്ടിക്കും. എന്നിട്ടൊരു നാടിനെ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. എൻ്റെ അമ്മായിയുടെ പേരാണ് വൈറസ് കുമാരി, പക്ഷെ നാട്ടുകാർ വിളിക്കല് മിസ്സിസ് അനിമൽ. നമ്മളെല്ലാം നാവിന് രസമുകുളങ്ങളല്ലേ ഇല്ലത്, പക്ഷെ അമ്മായിന്റെ നാവിനില്ലത് കൊനസ്റ്റിന്റെ മുകുളങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നാട്ടില് അമ്മായിയോട് ഒരാൾ പോലും എതിരഭിപ്രായം പറയില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാല് ആ പറഞ്ഞോൻ അടുത്ത കർക്കിടക വാവിന് ബെലിക്കാക്കായിട്ട് വന്ന് വരേണ്ടി വരും ബെലിച്ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് അമ്മായി പറഞ്ഞു, ഡോക്ടറെ എൻ്റെ പല്ലിന് കമ്പി ഇടണമെന്ന്. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കുമാരേച്ചി ഇതിനൊന്നും കമ്പിയൊന്നും ഇടാൻ കഴിയാ, കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് അമ്മായി മെഡിക്കൽ സയൻസ് പോലും നാണിച്ചു പോകുന്ന രീതിയിൽ 4 പൊളിച്ചത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കുമാരേച്ചി സത്യത്തിൽ നിങ്ങളെ പല്ലിനല്ല കമ്പിയേണ്ടത്, ഈർച്ചവാളിന്റെ മൂർച്ച നോക്കുന്ന നിങ്ങളെ നാവിനാണ് കമ്പിയേണ്ടത് എന്ന് പറഞ്ഞതും ഗ്യാസ് സിലിണ്ടറിന് ഇടി വീണ പോലത്തെ ഒരു സൗണ്ട് ആയിരുന്നു കേട്ടിന്. സംഭവം എന്തെന്നാണെന്ന് അറിയില്ല. ഡോക്ടർ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിലാണ് ഇല്ലത്. എന്നിട്ട് അമ്മായി ഡോക്ടറോടുള്ള ദേഷ്യത്തിന് വീട്ടിലേക്ക് വന്നിട്ട് തുരുമ്പ് പിടിച്ച ഏതോ ഒരു ചുറ്റിക്കുണ്ട്, അതിനോട് കംപ്ലീറ്റ് പല്ലും അടിച്ചു കൊഴിച്ചിട്ട് കൊറോണ സമയത്ത് ജലലിന്റെ മേലെ വെച്ചിട്ട് മരിക്കുന്ന സമയത്ത് വല്യമ്മ എടുക്കാൻ മറന്നുപോയ പഴയ ഏതോ ഒരു മഞ്ഞ സെറ്റ് വലുണ്ടായി, ബാക്കി അതെടുത്തിട്ട് വായിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അമ്മായിരെ വൈറൽ യാത്രകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്.
മാമൻ ചില സമയത്ത് അടിച്ച് തലേരെ മദർ ബോർഡ് കട്ടായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിന്റെ ഡോറിന്റെ തട്ടി ചോദിക്കും, ഹലോ ഇത് എനിമൽ കുമാരന്റെ വീടല്ലേ എന്ന്. അന്നേരം അമ്മ ചോദിക്കും, അല്ല എന്റെ നിങ്ങൾക്ക് ഇന്നൊരു സംശയം? അല്ല പണ്ടനക്ക് വീട് മാറിയിട്ട് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലോ ഇന്ന് നീ പൂതനേരെ ഫിഗറും ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും അമ്മായി 11,000 കിലോ വാട്ട് വെയിറ്റിന്റെ ഒരാട്ട്. ആ ആട്ടിന്റെ ശക്തിക്ക് വെപ്പ് പല്ല് AK-47 ബുള്ളറ്റ് വരുന്ന പോലെ വന്നിട്ട് മാമനെയും കൊണ്ട് നേരെ മുറ്റത്ത് കെട്ടിയിട്ട് കൈസറിന്റെ മുമ്പിലേക്ക്. ശേഷം അന്ന് രാത്രി മാമൻ കൈസറിനൊപ്പം ശുഭരാത്രി സുഖനിദ്ര. ഈ മാമൻ ചില സമയത്തുണ്ടല്ലോ ടൗണിൽ നടക്കാൻ ഇറങ്ങലുണ്ട് വൈകുന്നേരം ആകുമ്പോ. അന്നേരം ഒരു ദിവസം ഹാൻഡ്സ് ഇങ്ങനെ എടുത്ത് കളയിലും അതാ വന്ന് നിൽക്കുന്ന പോലീസ് ജീപ്പ്. കുമാര എന്തെന്നാ നീ ചുണ്ടിനടന്ന് എടുത്തു കളഞ്ഞത്? സാറേ അത് ഇന്നലെ കഴിച്ച ചീരത്തോരനാന്ന്. ചീരത്തോരനോ? ആ സാറ് കേട്ടിട്ടില്ല ഇപ്പോഴത്തെ യൂട്യൂബർ പറയുന്നത് 48 ദിവസം ചീരത്തോരൻ കഴിച്ചു കഴിഞ്ഞാൽ പകല് നമുക്ക് ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിന്റെ നക്ഷത്രത്തിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞതും SI മാമന്റെ മുഖത്തേക്ക് ബോംബ്ലാസ്റ്റിംഗ് നടത്തി. മലര് പാക്കറ്റ് പൊട്ടിച്ച് പതറിയ പോലെ മാമന്റെ പല്ലി റോട്ടില് പറഞ്ഞു, കുമാര ഇങ്ങോട്ടൊക്കെ പകല് കാണാൻ പറ്റുന്ന ആകെയില്ല 2 നക്ഷത്രം, അതാണ് എന്റെ ഷോൾഡറിലുള്ളത്, വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ മാമനെയും കൊണ്ട് പോലീസ് പോയി. പോലീസ് വിട്ടതിന് ശേഷമുള്ളതാ ഇപ്പോ മാമന് ചീരാന്നല്ല ചിരിതാന്ന് പറഞ്ഞാ വരെ പേടിയാണ്. ഇപ്പൊ ലൈവിൽ എന്റെ മാമന്റെ അവസ്ഥ എന്നറിയാം. സ്വസ്ഥം, ഗൃഹഭരണം. മാത്രമല്ല മൂപ്പര് ഇപ്പോ പുതിയൊരു പുസ്തക രചനയിലാ അതിൻ്റെത്, കൊക്കിനെ സ്നേഹിച്ച മാലാക. താങ്ക് യു. Once upon a